ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോളേജിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനും പിന്നെ BSc നഴ്സിങ്ങിന് ഒരു കുട്ടിക്ക് താല്പര്യമുണ്ട്, ഇവിടെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കോളേജും വിടണം. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായാലും യശോദി പഠിക്കുന്നതായാലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്. ഇവിടെ പിന്നെ ഈ കോളേജ് സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് അങ്ങനെയല്ല. ബാക്കി കോളേജിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കോളേജ് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജല്ല. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൺ അലൗഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൗഡാണ്, ബട്ട് അല്ല. ഇപ്പോൾ കോളേജിലൊന്നും ഫോൺ അങ്ങനെ അലൗഡല്ല. പക്ഷേ നമ്മൾ ആരും കാണാതെ, ഇപ്പോൾ ടീച്ചേഴ്സൊന്നും കാണാതെ ഞങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പം ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ കാണും. അപ്പോൾ അതൊക്കെ സീനാവും. അല്ലാതെ ഇപ്പോൾ വെറുതെ കയ്യിൽ വെച്ചിരുന്നു ഇപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ വരുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിലൊന്നും സീനില്ല. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പ്രശ്നമാണ്. അല്ലാതെ കുഴപ്പമില്ല. അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതില്ല. ഇപ്പോൾ ആരെങ്കിലും ടീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഫോൺ എടുത്തോണ്ടും പിന്നെ കിട്ടിയെന്ന് തരത്തില്ല. പിന്നെ കുറേ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതും. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. പിന്നെ ലീവ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും, മേക്കപ്പ് ഡ്യൂട്ടീസ്. ക്വൈറ്റ് നാച്ചുറലാണ് അതൊക്കെ. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും എല്ലാത്തിനും നമ്മൾ എന്നും ലെറ്റർ എഴുതണം, അതിന് കോമ്പൻസേഷൻ ചെയ്യണം. ചിലപ്പം ആബ്സെൻ്റ് ഇടും. അതിനൊക്കെ നമ്മൾ അവർ മേക്കപ്പ് ഡ്യൂട്ടീസ് ഇടും. അപ്പം അവസാനമൊക്കെ ആകുമ്പോൾ തേർഡ് ഇയേഴ്സ് ഇപ്പം ഞാൻ GNM ആണ്. അപ്പോൾ എൻ്റെ തേർഡ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും, തേർഡ് ഇയറൊക്കെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം വെട്ടി കുറയ്ക്കും. എനിക്ക് കാരണം ഉണ്ട്, ഞങ്ങൾ സീനിയേഴ്സാണ് പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഞാൻ തേർഡ് ഇയറൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സ്പോർട്സൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ബട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ വർഷത്തെ സ്പോർട്സ് മിക്കവാറും ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതില്ല. കാരണം ഞങ്ങളുടെ BSc ഞങ്ങളുടെ കൂടെ വന്ന BScക്കാർക്കും പിന്നെ അവരുടെ സീനിയേഴ്സിനും ഇപ്പം ലീവുണ്ട്, വെക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ഇവിടെ സ്പോർട്സിൻ്റെ ഇതുള്ളൂ. അപ്പം അവർ 2 ബാച്ചുകാർ പോയി കഴിഞ്ഞാൽ അവിടെ പിള്ളേരൊക്കെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും സ്പോർട്സിൻ്റെ കാര്യം അറിയത്തില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾക്കിവിടെ BSc GNM പിന്നെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതെന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ വേറെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് അവരെ പറ്റി നല്ല, പക്ഷേ അങ്ങനത്തെ ഒരു കോഴ്സ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആദ്യം കാണും പ്രോഗ്രാമൊക്കെ ഞാൻ BScക്കാരുടെ വീഡിയോ ഇടും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണം ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഓണം പക്ഷേ കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. സെപ്റ്റംബറിലുണ്ട്. അറിയത്തില്ല, കാണുവാണെങ്കിൽ ഞാൻ എന്തായാലും ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോഗ്രാം ഓണം സെലിബ്രേഷനൊക്കെ നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളീസ് മാത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ ഫുഡിൻ്റെ ഒക്കെ പ്രൈസ് നമ്മളായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. കോളേജിൽ നിന്ന് അങ്ങനെ കാണത്തില്ല. അപ്പോൾ നമ്മൾ പിള്ളേരാണ് കൂടുതൽ. എത്രത്തോളം നമുക്ക് പരിപാടി അവതരിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ കൂടെ നിന്ന് ചെയ്ത് പൈസയൊക്കെ ഷെയർ ചെയ്ത് ഇത്രയും രൂപ 500 വെച്ച് ഒരാൾക്ക് ഇടാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നടക്കും. പിന്നെ ലാംഗ്വേജിൻ്റെ ഇവിടെ തെലുങ്കാണ്, അതിനൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇവിടെ തെലുങ്ക്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഹിന്ദി കാണും, തെലുങ്ക് കാണും, പിന്നെ വേറെ ആസാമീസ് കാണൂല. പക്ഷേ ഇനി മുതൽ ഞങ്ങളിവിടെ GNM കോഴ്സ് നിർത്തി. ഇപ്പോൾ BSc മാത്രമേ ഉള്ളൂ. സോ ഞങ്ങൾക്ക് തന്നെ അത് ലാംഗ്വേജ് ഒരു നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് തോന്നി ഇവിടെ വന്നതിന് ശേഷം. BScയിലാണെങ്കിലും തെലുങ്കൂസിന് ഹിന്ദി അറിയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഹിന്ദി പഠിക്കാം. പക്ഷെ കൂടുതലും BScക്കാർ തെലുങ്കായിരിക്കും പഠിക്കാൻ പറ്റും. കാരണം ഹിന്ദിക്കാർ എപ്പോഴും ഹിന്ദി സംസാരിക്കുന്ന പോലെ തെലുങ്കാർ എപ്പോഴും തെലുങ്ക് സംസാരിക്കും. സോ അങ്ങനത്തെ ആ കാര്യങ്ങളും. പിന്നെ ഫുഡൊക്കെ മോർണിംഗ് എല്ലാം അടിപൊളിയാണ്, ഉച്ചയ്ക്കായാലും കൊള്ളാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലല്ലേ, അതിനനുസരിച്ചുള്ള ഇത് കാണും. പക്ഷെ എന്നാലും നല്ല ഫുഡൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ഒട്ടും പറ്റാണ്ട് നമുക്ക് ബാംഗ്ലൂരുള്ള പോലത്തെ പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല. ഞങ്ങളിതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫുഡും കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഔട്ട്സൈഡ് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ചില സൺഡേസിൽ അവർ എല്ലാ സൺഡേസും നമുക്ക് അലൗഡാണ്. പിന്നെ ചില സമയത്ത് അവരുടെ മൂഡ് ചെയ്യാൻ മാറ്റിയാലും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വാർഡനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ നമ്മൾ കൈയും കാലൊക്കെ പിടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ലെറ്റർ എഴുതാം, എന്ത് വന്നാലും നിങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതി കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ട്. അതാണ് അവർ കൂടുതലും റെസ്ട്രിക്ട് ചെയ്യുന്നതിന്. പിന്നെ നമ്മൾ ലെറ്ററൊക്കെ എഴുതി കൊടുത്ത് നമ്പറൊക്കെ അച്ഛനമ്മയുടെ നമ്പറൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ കുഴപ്പമില്ല ഞങ്ങളത് ഏറ്റെടുത്തോളം എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാത്തിനും ആലോചിച്ച് ചെയ്യും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഫോണിൻ്റെ ഹോസ്റ്റൽ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അറിയത്തില്ല ഇനി വരുന്ന ജൂനിയേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കും എന്നല്ല. പക്ഷെ ഇപ്പം ഇങ്ങനെയാണ്. ക്ലാസ് ടൈമിംഗ് തന്നെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ടൈമിംഗ് ഒക്കെ മാറ്റി ഞങ്ങൾക്ക് 1 മണി തൊട്ട് 1:30 വരെ 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അരമണിക്കൂറുള്ളൂ. പിന്നെ ഗ്രൂമിങ് മെയിൻ ആണ് ഇവിടുത്തെ കോളേജിൽ. ഇപ്പോൾ ഡ്രസ്സിങ് ആയാലും ഇപ്പം നമുക്ക് വേണമെങ്കിലും ഇടാം. പക്ഷേ ഞങ്ങൾക്ക് ആപ്രോൺ ഉണ്ട്, അതാണ് യൂണിഫോം പറഞ്ഞ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ആപ്രോൺ. അപ്പോൾ നമ്മൾ എന്ത് സ്ലീവ് ഇട്ടാലും എന്നിട്ടാലും വലിയ പ്രശ്നമില്ല. സ്ലീവ്ലെസ് ഇടുമ്പോൾ സുഖം. നമുക്ക്
കോട്ട് യൂണിഫോം ഇപ്പം ജൂനിയേഴ്സിന് മാറ്റി, അവർക്കിപ്പം സ്റ്റാഫിൻ്റെ യൂണിഫോം തന്നെ. പക്ഷേ നമ്മുടെ ഒരു ബ്ലോഗ് ഇടുമ്പോൾ ഒരു ഗ്രീൻ കളറല്ലേ ഇടുന്നത്. പക്ഷെ ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞാൻ ആ ബ്ലോഗ് ഇട്ടൊരു സിസ്റ്റർ ഉണ്ട്, അപ്പോൾ അവരുടെ അതേ കളർ. പക്ഷേ അവർക്ക് ഇവിടെ എംബ്ലത്തിലൊരു ഇവിടെ ഓറഞ്ച് ഫ്ലവർ ഉണ്ട്, അതിന് കളർ മാറ്റാം. എനിക്ക് തോന്നുന്നു ലൈറ്റ് ബ്ലൂ, അതാണ് സ്റ്റുഡൻസ്. ഡാർക്ക് ബ്ലൂ ഇന്റേൺഷിപ്പ്, ശരിക്കുള്ള ഓറഞ്ച് ഫ്ലവർ എന്ന് പറയുന്നത് സ്റ്റാഫ്. അങ്ങനെ പിന്നെ ഔട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാ മാസവും ഇല്ല. ചോദിച്ചാൽ കോർഡിനേറ്റർ ആരാണോ അതനുസരിച്ചായിരിക്കും ഔട്ടിങ് ചോദിച്ചു വാങ്ങിച്ചു. എന്നാലും കിട്ടും. നമ്മളിപ്പോൾ കുറേ 2-3 മാസം പോകാതിരുന്ന് നമ്മൾ ചോദിക്കാൻ ഔട്ടിങ് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലും കോളേജും അറ്റാച്ച്ഡ് ഒറ്റ കോമ്പൗണ്ടിനകത്തത്. ഒരു കോമ്പൗണ്ടിൽ 2 കോളേജുണ്ട്. 2 കോളേജ്, ലക്ഷ്മി കോളേജും ജയ കോളേജും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഗ്രൗണ്ട് വരുന്നത്. ആ ഗ്രൗണ്ടിൽ നമുക്ക് വൈകിട്ട് എപ്പോൾ വേണോ രാവിലെ ഷട്ടിൽ കളിക്കാം, എന്ത് വേണം കളിക്കാം. ഷട്ടിലൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ സുഖം, നമ്മൾ സ്വന്തം എടുക്കുക, നമുക്ക് കളിക്കാം. ഇവിടുത്തെ കൊള്ളത്തൊന്നുമില്ല. ലക്ഷ്മിയിൽ കുഴപ്പമില്ല, നല്ല ഷട്ടിലൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്ര മണി വരെ 9:30 വരെ നമുക്ക് ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിൽക്കാവുന്ന പെർമിഷൻ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റലിനകത്ത് കയറണം. ഹോസ്റ്റലൊക്കെ കൊള്ളാം. ഇപ്പം സ്റ്റോറൊക്കെ നല്ല, പക്ഷെ ഭയങ്കര റേറ്റ് ചില സമയത്ത് ഡേറ്റ് നോക്കി സാധനങ്ങൾ വാങ്ങിക്കണം. പക്ഷെ ചില സമയത്തേ ഉള്ളൂ അങ്ങനെ. പക്ഷെ എന്നാലും അവർ പുതിയ പുതിയ സാധനങ്ങൾ വെക്കുന്നതിന് അപ്പോൾ തീർന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നോക്കി ബർഗർ ഉണ്ട്, വെജ് റോൾ ഉണ്ട്, പപ്സ് ഉണ്ട്, സമൂസ എല്ലാം തന്നെ ഉണ്ട് അവിടെ. സമൂസ, ജ്യൂസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ കോമ്പൗണ്ട് നോക്കി കണ്ട് വാങ്ങിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. ചില സമയത്ത് വില കൂട്ടി പറയും. അതാവട്ടെ നല്ല തിരക്ക് വന്ന് അവരാണെങ്കിൽ സാധനം വില കൂട്ടിട്ടാണ്. നല്ല വീട്ടിൽ തന്നെ പറയും. അപ്പം നമ്മൾ തന്നെ തർക്കിക്കുക, സാധനത്തിന് വില കുറച്ച് വാങ്ങിച്ചിട്ട് വരിക. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ, ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ബ്ലിങ്കറ്റ് കൂടെ ഓർഡർ ചെയ്ത് സാധനങ്ങൾ അതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ ബിഗ് ബാസ്ക്കറ്റിൽ കൂടെ ഓർഡർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഇവിടെ വരത്തില്ല, ബിഗ് ബാസ്ക്കറ്റ് ആണ്. ആ ആപ്പ് മാത്രമേ ഫുഡ് ഐറ്റംസ് എന്നുള്ള സ്നാക്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനെ നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. പക്ഷേ ബ്ലിങ്കറ്റിൽ കൂടെ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ കിട്ടും, പക്ഷേ ഭയങ്കര പൈസ ആയിരിക്കും. പക്ഷേ ബ്ലിങ്കറ്റിൽ 10 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും ഇവരുടെ ഇവിടെ 20 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ക്ലിനിക്കിൽ പോകുന്ന ടൈമിൽ ഒരു 10 മിനിറ്റ് മുമ്പേ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ലാഭമായിരിക്കും. പിന്നെ ഹോസ്പിറ്റലായാലും കോളേജിലായാലും ഇവിടെ നല്ലതാണ്. വന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ വേണം, അല്ലെങ്കിൽ പുറത്തൊക്കെ നമുക്ക് അബ്രോഡ് ജോലിക്ക് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടും. അപ്പം ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്രോഡ് സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെല്ലാം. അപ്പോഴത്തേക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ യശോദ ഹോസ്പിറ്റലാണ് നല്ലത്, വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണം പറയും ഹൈദരാബാദിലായാലും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ മെയിനാണ് ഇവിടെ. അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമ്മളെ കുറെ ട്രെയിൻ ചെയ്യിക്കും. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സും വീഡിയോസും ഒക്കെ ഉണ്ട്. പ്രത്യേക ആൾക്കാരൊക്കെ വന്ന് ഇംഗ്ലീഷ് ഇവിടെ അറിഞ്ഞൂടാത്ത ആൾക്കാർ പേടിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എല്ലാവരും സംസാരിച്ച് പഠിക്കുന്നു. എല്ലാവരും പതിയെ തന്നെ പഠിക്കുന്നത്. സ്ലോലി നമ്മളതിൽ സത്യമല്ല. അതുകൊണ്ട് അത് ആലോചിച്ച്. പിന്നെ പ്രിൻസിപ്പൾ മലയാളിയാണ്. അങ്ങനെ ഒരു പ്രിൻസിപ്പൽ മാം മലയാളിയാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ, നമുക്ക് അഡ്മിഷനും പ്രിൻസിപ്പൽ മാമിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് മലയാളീസിനെ സുഖമായിട്ട് ചെയ്യാം, സംസാരിക്കാൻ പറ്റും മലയാളി ആയതുകൊണ്ട്. പിന്നെ ഇവിടെ GNM നിർത്തി ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോൾ BSc മാത്രമല്ല, BSc തെറാപ്പിയിലാണെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷെ വേറെ സെക്ഷൻ ഒന്നും മാത്രമല്ല, വേറെ പ്രിൻസിപ്പളും വേറെ കാര്യങ്ങളും. അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടാലും മതി. എനിക്കറിയാവുന്ന കൂട്ടുകാർ കാണും, ഞാൻ അവരെ അന്വേഷിച്ചിട്ട് ഞാൻ എടുത്തിട്ടേക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. കോളേജിനെ പറ്റി പറഞ്ഞാൽ എന്തായാലും ഞങ്ങളുടെ ആ ഒരു അഡ്മിഷന് അവർ പ്രിപ്പയർ ചെയ്ത മറ്റാ ഒരു പോസ്റ്റർ ഉണ്ട്, അത് ഞാനിവിടെ ഇത് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ആദ്യം കോണ്ടാക്ട് ചെയ്യുക, സംസാരിക്കുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്യൂച്ചറിന് നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ക്ലിനിക്കൽസിനൊക്കെ നല്ല സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ വേറെയുള്ള കോളേജസ് നോക്കുമ്പോൾ അവർക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി വേറെ കോളേജ് വഴിയാണ് പോകുന്നത്, വേറെ ഹോസ്പിറ്റൽ വഴിയാണ് പോകുന്നത്. അപ്പം അവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വേറെ ഹോസ്പിറ്റൽ വഴി 6 മാസമൊക്കെ പോകാമെന്നൊക്കെ പറയുന്നത്. അത് ബാംഗ്ലൂർ പഠിക്കുന്നവർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. സ്വന്തം ഹോസ്പിറ്റലുണ്ട്. നമുക്ക് ഹൈടെക് സിറ്റിയിലായാലും ഉണ്ട്. പിന്നെ ഹൈടെക് സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇവിടെ സെക്കന്ദരാബാദ്, പിന്നെ ഇവിടെ സമാജിഗുഡ, മലപ്പേട്ട്. നമുക്ക് 4 ഹോസ്പിറ്റലാണ് ഈ ബ്രാഞ്ചിൽ ഉള്ളത്. യശോദ എന്നുള്ള ബ്രാഞ്ച് സോ എന്തുകൊണ്ടും ബെറ്റർ ചോയ്സ് ആയിരിക്കും. പിന്നെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ BSc പറ്റി അറിയണമെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും, ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാം. ഗൈസ്, അപ്പോൾ ഇവിടെ യശോദ കോളേജിൽ BSc നഴ്സിംഗ് എടുക്കുന്നത് പഠിത്തത്തിന് കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല, നല്ല പഠിപ്പിലൊക്കെയാണ്. എന്താണ് നല്ല വലിയ തരക്കേടില്ലാത്ത ലാബ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും.
പിന്നെ അത് കഴിഞ്ഞ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റല് നല്ല ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. നമുക്ക് കൂടുതൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. മീൻസ് ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒക്കെ കേസ് എടുക്കുവാണെങ്കിൽ അവിടെ കോളേജ് മാത്രമല്ലേ കാണത്തുള്ളൂ, ഹോസ്പിറ്റലിൽ അങ്ങനെ പിള്ളേർക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അധികമായിട്ട് കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. അത്യാവശ്യം നന്നായിട്ടല്ല, നല്ല രീതിക്ക് തന്നെ കിട്ടും. തന്നെയല്ല, നിങ്ങൾ ഇവിടെ പഠിച്ചാണ് നിങ്ങൾ ഇറങ്ങുമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് അതെ, BSc നഴ്സിംഗ് ഇപ്പോൾ സെമിസ്റ്റർ വൈസ് ആണ്. അതിന്റെ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ സെമിന്റെ കാര്യം പറയുവാണെങ്കിൽ അടുപ്പിച്ച് 3.5 മാസം ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് എക്സാമിന്റെ ഡേറ്റ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഡ്യൂട്ടി നിർത്തി 1 മാസം കൊണ്ടാണ് ഞങ്ങളുടെ പോർഷൻ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം കുറവാണ്. എന്നാൽ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ആ എക്സാം വന്നു കഴിഞ്ഞാൽ പിന്നെ 15 ദിവസമായിരിക്കും നിങ്ങൾക്ക് ലീവ് കിട്ടുക. അതിന് 3 ദിവസം നമ്മൾ ട്രെയിനിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ പോകും. 3-4 ദിവസം ട്രെയിനിൽ നിന്ന് പോകും. അതായത് ബാക്കി 11 ദിവസം. ആ 11 ദിവസമായിരിക്കും നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കാണാൻ പറ്റുന്നത്. പിന്നെ ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഫുഡാണ്. പിന്നെന്താണ് ബാക്കി കോളേജിനെ വെച്ച് സംബന്ധിച്ച് നമ്മളെ ഫ്രീഡം ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് ഇതുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത സെൻസിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേ വേണ്ട. നല്ല വൈബ് കോളേജാണ്. ഡ്രസ്സിംഗ് സെൻസിന്റെ കാര്യത്തിൽ നല്ല വൈബ് കോളേജാണ്. രാവിലത്തെ ഫുഡ് നല്ലതല്ലേ? രാവിലത്തെ ഫുഡ് നല്ലതാണ്. ഗ്രൂമിംഗ് കുഴപ്പമൊന്നുമില്ല. കേരള ഫുഡൊക്കെ തരും, കറിയൊക്കെ. അതെ, ഉച്ചയ്ക്ക് കേരള ഫുഡ് കറിയൊക്കെ തരും. ഗ്രൂമിംഗ് ആണെങ്കിലും അതെ ഇടയ്ക്കൊക്കെ. പിന്നെ ഗ്രൂമിംഗ് ആണെങ്കിലും എന്താ മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ കോളേജാണ്. പിന്നെ പ്രോഗ്രാമിന്റെ കാര്യം, അതെ ക്ലിനിക്കലിൽ നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന സമയം നിങ്ങൾക്ക് ഗ്രൂമിംഗ് മസ്റ്റ് ആണ്. ലിപ്സ്റ്റിക് മസ്റ്റ് ആണ്, ഐലൈനർ മസ്റ്റ് ആണ്, എല്ലാം മസ്റ്റ് ആണ്. പിന്നെ ആ മുഖങ്ങളൊക്കെ പിടിച്ചോട്ടെ. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വഴിയെ കൂടെ പോകാറില്ല, സത്യം. പിന്നെ വല്ലപ്പോഴും എങ്ങാനും 1-2 പ്രോഗ്രാം, അതും നിങ്ങൾ വലിയതായിട്ട് എക്സ്പെക്ട് ഒന്നും ചെയ്തിരിക്കേണ്ട, ഒരു പ്രോഗ്രാം കിട്ടും, അത്രേ ഉള്ളൂ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും കൂടുതലായിട്ട് പ്രോഗ്രാം. പിന്നെ അല്ലാതെ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണം നന്നായിട്ട് ആഘോഷിക്കും. ക്രിസ്മസിനാണെങ്കിൽ അതിന് ജീവനും കാര്യമാണൂല. ഇത്തവണ തൊട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അത് അഹല്യ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓണം കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പിന്നെ എന്താ പറയുന്നത്, പഠിക്കണം, സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ വേണം, നല്ല സർട്ടിഫിക്കറ്റ് പുറത്ത് പോകണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ കോളേജ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ നിങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കോളേജിന്. കുഴപ്പമില്ല, കൂൾ അറ്റ്മോസ്ഫിയർ. ഔട്ടിംഗ് ഉണ്ട്, മാസത്തിൽ ഒന്നൊക്കെ പറയും, പക്ഷെ അത് കിട്ടാറില്ല. എങ്കിലും നമുക്ക് ഔട്ടിങ്ങിന് പോകാൻ നിങ്ങൾ കാര്യം ചിലപ്പോൾ കിട്ടും. പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വലിയ കുഴപ്പമൊന്നും, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ ഇടാം. അതിന് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്താണ് BSc നഴ്സിങ്ങിനെ പറ്റി ഉള്ള ജേണിയെ പറ്റി എത്ര സെം കഴിഞ്ഞു? ഞങ്ങൾ 3ാമത്തെ സെമ്മിലെത്തി. എങ്ങനെയൊക്കെ എത്തിന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കേ അറിയില്ല. ഒരു ഓളം വരും, അതിനനുസരിച്ച് അങ്ങ് പോവാം. 3ാമത്തെ സെമ്മിന്റെ എക്സാം എഴുതിട്ടിരിക്കേണ്ട റിസൾട്ട് വൈകാതെ വരും. എന്നിട്ട് ഞങ്ങൾ ബാക്കി പറയാം. ഫോണിന് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് സെമ്മില് ഫോൺ സബ്മിഷൻ മസ്റ്റ് ആണ്, അതവർ വാങ്ങിച്ചു വെച്ചിരിക്കും. സെക്കൻഡ് സെമ്മോട്ട് ഫോൺ വെക്കുന്ന കാര്യം നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഫോൺ സബ്മിഷൻ കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന പിള്ളേരുടെ കയ്യിലേക്ക് പോലെ ഇരിക്കും ഫോൺ സബ്മിഷന്റെ കാര്യം. ക്ലിനിക്കൽസ് നിങ്ങൾക്ക് ഫോൺ അലൗഡ് ആണോ? ക്ലിനിക്കൽസിന് ഫോൺ അലൗഡ് അല്ല. ക്ലിനിക്കൽസിന്റെ ടൈമിൽ ഫോൺ കണ്ടാൽ പിന്നെ നിങ്ങൾ ഫോൺ കണി കാണില്ല. പിന്നെ ആരും അറിയാതെ പൊക്കിയാൽ? അതെ, ആരും അറിയാതെ പൊക്കിയാൽ കുഴപ്പമില്ല. പിന്നെ എന്താണ് പ്രത്യേകിച്ച് വരണമെന്നുള്ളവര് പെട്ടെന്ന് ഇവിടെ അഡ്മിഷൻ ഒക്കെ നടന്നു, എത്ര വേഗം ക്ലോസ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനുള്ളവരുടെ സീറ്റിന്റെ എണ്ണം കൂട്ടി. നേരത്തെ 100 സീറ്റേ ഉള്ളായിരുന്നു BScക്ക്. അതില് എത്ര 40 സീറ്റ് മാനേജ്മെന്റും ബാക്കി 60 സീറ്റ് ഇവിടുത്തെ ജനറൽ ഗവൺമെന്റ് കോട്ടയ്ക്കുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 150 സീറ്റ് ഉണ്ട്. പക്ഷെ അതും ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരെ പിടിച്ചോണ്ട് വരണം അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ പിള്ളേരെ ഫോഴ്സ് ചെയ്ത് പിടിച്ചോണ്ട് വരുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റ് പെട്ടെന്ന് ഫില്ല് ആവുന്നുണ്ട്. ഫീസിന്റെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജൂനിയേഴ്സിനും 8 lakhs ആയിരുന്നു, മീൻസ് 4 വർഷം കൊണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ എന്താ മെസ്സിന്റെയും ധോബിയുടെയും എല്ലാം ആയിട്ട് ഇതിന്റെ കൂടെ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ ടോട്ടൽ 4 വർഷത്തെയും കൂടെ 9,45,000 സംതിങ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 10 ലക്ഷം ഞങ്ങൾക്ക് ആവുന്നുണ്ട്. പക്ഷേ പാക്കേജ് പറയുമ്പോൾ 8 ലക്ഷം ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു ഇത് വെച്ച് ഇനിയും വരുന്ന ബാച്ച്, അതായത് നിങ്ങളിപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ വരുന്ന ബാച്ച് തൊട്ട് മിക്കവാറും 9 ലക്ഷം 10 ലക്ഷം ഒക്കെ ആവുമായിരിക്കും. അത് നമുക്ക് ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ശരിക്കും അറിയില്ല. കാരണം അറൗണ്ട് ഒരു 9 lakh എന്തായാലും വേണം. അതിന് മുകളിലോട്ട് പോകുമെങ്കിൽ 9 lakh വേണം കയ്യിൽ. 9 lakh മിനിമമാണ്. അത് കൂടുതലാവും. ഞങ്ങൾക്ക് ഇപ്പോഴാണ് മെസ്സി കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് 4 വർഷത്തെയും കൂടെ ഇപ്പം കൂട്ടി നോക്കുമ്പം 9,45,000 വരുന്നത്. സോ ഫീസിന്റെ കാര്യം നിങ്ങൾ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. നിങ്ങൾ വരാൻ ആഗ്രഹമുള്ളവർ വരിക, ഓൾവേസ് വെൽക്കം. ഒരു കുഴപ്പമില്ല, സീരിയസ് ഒന്നും വലിയ കുഴപ്പമില്ല. റാഗിംഗ് ഒന്നും ഇല്ല, റാഗിംഗ് ഫ്രീ ക്യാമ്പസ് ആണ്.
അല്ല അത് തമാശക്ക് പറയുന്നതല്ല. ഇവിടെ റാഗ് ഇങ്ങനെ നടക്കാറില്ല, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് കാണുമ്പോ അറിഞ്ഞൂടെ, നിങ്ങളുടെ അഹല്യ ചേച്ചി ഒക്കെ കാണുമ്പോ അറിഞ്ഞൂടെ, ഇവിടെ സീനിയേഴ്സ് ഒക്കെ കൂളാണ്, സീനിയേഴ്സ് വൈബിങ് സീനിയേഴ്സ് ആണ്. നിങ്ങൾ പേടിക്കാൻ വേണ്ട, വരാനുള്ളവരെല്ലാം പോരും. അത്രേ ഉള്ളൂ പറയാൻ. ഭയങ്കര എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്ക് നിങ്ങൾ ഇവിടെ എൻജോയ്മെന്റ് കാര്യം നിങ്ങൾ എൻജോയ് ചെയ്യണോ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള കോഴ്സിനെ കണ്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡിപ്രഷനൊക്കെ ആയിട്ട് ഉള്ളൂ. നമുക്കുള്ളത് വെച്ചിട്ട് ഹാപ്പി ആവുന്നു. ഇവിടെ വന്നു, ഇനിയിപ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓർത്ത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ഹാപ്പി സ്പേസ് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിരിക്കും, ഇല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ തീരുമാനിച്ച് എത്ര പേര് തീരുമാനം എടുക്കാൻ, കാരണം ഇവിടെ സീറ്റ് ഫില്ല് ആയിക്കൊണ്ടിരിക്കുക. ഒരുപാട് നന്ദിയുണ്ട്. ആയിക്കോട്ടെ, ശരി, നല്ല നന്ദിയുണ്ട്. ബൈ ബൈ എന്നാ ശരി. നിങ്ങൾക്ക് അവർ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളുടെ എൻജോയ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്രഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാം. അതിപ്പോൾ എന്ത് സിറ്റുവേഷനിലായാലും അങ്ങനെ ഇരിക്കും. എന്തൊക്കെയും നല്ല നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസാണ്. സോ നമുക്ക് ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കാണത്തുള്ളൂ, ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ കാണും. ബട്ട് നമ്മളായിട്ട് ഒരുപാട് എൻജോയ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഈ പഠിക്കുന്ന ആ ഒരു ടൈമിൽ അതൊക്കെ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം ഹോസ്റ്റലിൽ ഇരിക്കുന്നതും ഒക്കെ ഒരു നല്ല മെമ്മറീസ് തന്നെ ആയിരിക്കും. പിന്നെ എല്ലാവർക്കും അവർ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഞാൻ അതിനുള്ള റിപ്ലൈ എനിക്ക് തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഞാൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ കൂട്ടുകാർ അവിടെ നിന്നുകൊണ്ടൊക്കെ ബോർഡിൽ ഇതിനെ കമൻറ്റ് ചെയ്യുന്നു. സോ അപ്പം അത്രയ്ക്കുള്ളൂ. നല്ലതാണ്, അങ്ങനെ ഭയങ്കര വേറൊരു കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോളേജ് എന്തുകൊണ്ടും ബെറ്ററാണ്. പിന്നെ ഞങ്ങളത് മിക്സഡ് അല്ല, കോളേജ് മിക്സഡേ അല്ല. ഫിസിയോതെറാപ്പിയിലാണെങ്കിൽ മിക്സഡാണ് അവർ. നമ്മൾ GNM ആയാലും മിക്സഡ് അല്ല, BSc ആയാലും മിക്സഡ് അല്ല. പിന്നെ GNM ഇവിടെ നിർത്തി, പിന്നെ BSc മാത്രമേ ഉള്ളൂ. ആൻഡ് ഫിസിയോതെറാപ്പി അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് സംഭവം. അവർക്ക് ആ കോഴ്സുകൾക്ക് മിക്സഡാണ്, നമ്മൾ മിക്സഡ് അല്ല. BScക്കാരായാലും മിക്സഡ് അല്ല, ഒൺലി ഫിലോസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് if you have any questions, please comment below. Thank you for watching.